അദ്ദേഹം പിന്നെ നിർത്തി. വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്നു. ശതശൃംഗാദ്രിയിൽ പാണ്ഡുവിന്റെ ധർമ്മധാരങ്ങളിൽ ദിവ്യാനുഗ്രഹങ്ങൾ കൊണ്ടുണ്ടായ വീരപുത്രന്മാർക്ക് ഹസ്തിനപുരത്തിലെ പ്രമുഖരെ വരവേൽപ്പു നൽകൂ. അദ്ദേഹം യുധിഷ്ഠിരനെ മുന്നിലേക്ക് കൈപിടിച്ചു നിർത്തി. ഇതാണ് കുന്തിപുത്രൻ യുധിഷ്ഠിരൻ, പാണ്ഡുവിന് ധർമ്മരാജന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ സീമന്തപുത്രൻ, ധർമ്മപുത്രൻ എന്നു വിഖ്യാതനാവാൻ പോകുന്ന രാജകുമാരൻ. ജ്യേഷ്ഠൻ മന്ദഹസിച്ചു നിന്നു. ആവശ്യത്തിന് മാത്രം വേണ്ട വിനയം കാണിക്കുവാൻ ജ്യേഷ്ഠൻ എന്നും ശ്രദ്ധിച്ചിരുന്നു. ജനങ്ങളുടെ മുഴുവൻ കണ്ണുകളും ഞങ്ങളുടെ മേലുണ്ടാവും, അതുകൊണ്ട് രാജകുമാരന്മാരുടെ അന്തസ്സോടെ പെരുമാറണം എന്ന അമ്മയുടെ നിർദ്ദേശം ശരിക്കും പാലിക്കുന്നുണ്ട് യുധിഷ്ഠിരൻ. എന്നെ ആരോ മുന്നിലേക്ക് നീക്കി നിർത്തി. അഷ്ടദിക്കുകളിലൊന്നിൻ്റെ അധിപനായ വായു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ രണ്ടാം പാണ്ഡവൻ, മഹാബലവാനായി തീരാൻ പിറന്നവനാണ് ഈ ഭീമസേനൻ. വലിയച്ഛൻ്റെ മകൻ ദുര്യോധനൻ എന്ന ഉണ്ണി സ്ത്രീകളുടെ സംഘത്തിലെങ്ങാൻ ഉണ്ടെങ്കിൽ അയാളും അത് കേട്ടിരിക്കുമല്ലോ എന്നോർത്ത് ഞാൻ തല ഉയർത്തിപ്പിടിച്ചു നോക്കി. ആളുകൾക്ക് വിശ്വാസമായില്ല എന്നുണ്ടോ? അവരൊക്കെ ചിരിക്കുന്നു. മഹാബലനാവാൻ പിറന്ന വായുപുത്രനെ നോക്കി ചിരിക്കയാണോ? മഹർഷി അർജുനനെ എടുത്ത് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ടു താഴെ വെച്ച് പറഞ്ഞു, അർജുനൻ മധ്യമ പാണ്ഡവൻ, ദേവദേവനായ ഇന്ദ്രനിൽ നിന്നുണ്ടായ വീരകുമാരൻ. എല്ലാ വില്ലാളികളും ഇവന് കീഴടങ്ങേണ്ടി വരുമെന്ന് ജനിച്ചപ്പോൾ അശരീരികൾ ഘോഷിച്ചു. അമ്മയുടെ ഒക്കത്തും കയ്യിലുമുള്ള നകുല സഹോദരന്മാരെ ചൂണ്ടിക്കൊണ്ട് മഹർഷി പറഞ്ഞു, നകുലൻ സഹദേവൻ, ഭർത്താവിൻ്റെ ചിതയിൽ വീണ് അനുയാത്ര സ്വയം വരിച്ച മാദ്രീ രാജകുമാരിയുടെ ഇരട്ടപെറ്റ മക്കൾ. അശ്വനീ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് പിറന്ന ഇവർ വളരുമ്പോൾ ബുദ്ധിയിലും സൗന്ദര്യത്തിലും ഇവർക്കു കിടനിൽക്കാൻ ഒരു രാജകുമാരനും ഭൂമുഖത്തുണ്ടാവില്ല. ജനങ്ങളുടെ മുഖത്ത് ചിരി മാഞ്ഞുപോയിരുന്നു. സ്തബ്ധരായി നിൽക്കുന്ന അവർ കാട്ടിൽ നടന്ന മരണങ്ങളെപ്പറ്റി അപ്പോഴായിരിക്കും ആലോചിക്കാൻ തുടങ്ങി.